മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും കേൾക്കാനും കാണാനും എത്തിയ അത്യത്ഭുതകരമായിട്ടുള്ള ഒരു ജനമുന്നേറ്റമായിരുന്നു. ആ സ്വീകരണം കഴിഞ്ഞ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും എല്ലാം കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രയെത്രയോ സമരങ്ങളും പ്രതിഷേധങ്ങളും നിലവിലുള്ള ഭരണാധികാരികൾക്കെതിരെ നടത്തിയിട്ടുള്ള ചരിത്രമുണ്ട്. ഏറ്റവും അവസാനം കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിന് മുന്നിൽ SFI നടത്തിയിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും ഉണ്ട്. കേരളത്തിലെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരായിട്ട്. എന്നാൽ ഇത് ഒന്നോ രണ്ടോ പേർ ഒരു ആത്മഹത്യാ സ്ക്വാഡ് രൂപീകരിച്ചതുപോലെ ആ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടാനാണ് ശ്രമിച്ചത്. പഴയങ്ങാടിയിലെ മാധ്യമപ്രവർത്തകന്മാർ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സഖാക്കൾ, MLA-യും മുൻ MLA-യും ഉൾപ്പെടെയുള്ള ജനനേതാക്കന്മാർ എല്ലാം പഴയങ്ങാടി പോലീസിനോട് ഇങ്ങനെയൊരു അപകടം ഉണ്ടാക്കാൻ ചില കേന്ദ്രങ്ങൾ, ചില കുബുദ്ധികൾ, ചില ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിൽ തന്നെ, തൊട്ട് മുൻപുള്ള ദിവസം തന്നെ പഴയങ്ങാടി പോലീസ് SI-യോടും പഴയങ്ങാടി പോലീസ് അധികൃതരോടും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പഴയങ്ങാടിയിലെ മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം അതറിയാം. അത്തരം തെറ്റായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ നവകേരള സദസ്സ് കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പഴയങ്ങാടി SI-യുടെയും CI-യുടെയും എല്ലാം മൂക്കിന് താഴെ വെച്ചാണ് അപകടകരമായിട്ടുള്ള ഒരു സംഭവം നടന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണെന്ന് പറയുന്ന ഒരാൾ ആ വാഹനത്തിൽ കുറുകെ ചാടാൻ പോകുന്നു. എന്തോ ഭാഗ്യത്തിന് റബീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാളെ വട്ടം പിടിച്ചതുകൊണ്ട് മാത്രം ആ ഉദ്യമത്തിൽ നിന്ന് അയാൾ തടയപ്പെടുന്നു. തുടർന്ന് സ്വാഭാവികമായും പതിനായിരക്കണക്കിന് മനുഷ്യർ അണിനിരക്കുന്ന ഒരു പരിപാടിയിൽ അത് കഴിഞ്ഞ് അവർ നെഞ്ചേറ്റിയിട്ടുള്ള ഭരണാധികാരികൾ തിരിച്ചു പോകുമ്പോൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഉത്തരവാദിത്വം CPIM-നോ ചിലരെല്ലാം ആരോപിച്ചതുപോലെ DYFI-ക്കോ അതല്ലെങ്കിൽ ആ ഉദ്യമത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ തടഞ്ഞിട്ടുള്ള ചെറുപ്പക്കാർക്കോ ഉള്ളതല്ല. ഒരു ദിവസം മുൻപ് തന്നെ പയ്യന്നൂർ DYSP-യോട്, ഇവിടുത്തെ പോലീസ് അധികാരികളോട്, അതിനപ്പുറത്ത് ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ഞങ്ങൾ ഈ കാര്യം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയങ്ങാടിയിലെ മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ട്. ഈ സംഭവം ഉണ്ടാകുമെന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഇതാ ചില ആളുകൾ അവിടത്തേക്ക് പോയിട്ടുണ്ട്, ഇത്തരം ചില ആലോചനയുടെ ഭാഗമാണെന്ന് തോന്നുന്നു എന്ന് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരോട് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പറയുന്നുണ്ട്. ഇത്രയും കൃത്യമായിട്ടുള്ള വിവരമുണ്ടായിട്ടും പഴയങ്ങാടി SI ദൂരെ എവിടെയോ കൊട്ടില ഭാഗത്തോ നരിക്കോട് ഭാഗത്തോ ഒക്കെ ഇരുട്ടിലില്ലാത്ത കരിമ്പൂച്ചിയെ തപ്പുകയായിരുന്നു പോലും. പ്രശ്നം നടക്കാനിടയുണ്ട് എന്ന് കൃത്യമായി വിവരം കൊടുത്ത സ്പോട്ടിൽ നിൽക്കാത്ത SI എവിടേക്കാണ് പോയത് എന്ന് അവരാണ് പറയേണ്ടത്. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? DYFI-യുടെ 4 ചെറുപ്പക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇതിലൊരു പ്രതിഷേധവും പ്രകടിപ്പിച്ചില്ല. ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, കാര്യശേഷിയില്ലാതെ
ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ, പഴയങ്ങാടി പോലീസും അവർക്ക് മുകളിലുള്ളവരും പയ്യന്നൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരും ഇത് കർത്തവ്യമൂഢന്മാരെ പോലെ നിന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നാട് പോയത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. ഇവിടെ ആ സംഭവം ഉണ്ടായത് കുറെ കൂടി ആഴത്തിൽ നോക്കിയാൽ സംസ്ഥാനത്താകെ നവകേരള സദസ്സിനെതിരായി തന്നെയുള്ള മാധ്യമാക്രമണത്തിന്റെയും അതുപോലെ തന്നെ തെറ്റായ പ്രചരണങ്ങൾക്കും വേണ്ടിയുള്ള അരങ്ങൊരുക്കലായിരുന്നു എന്ന സംശയമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെന്നത് പറഞ്ഞിട്ടില്ല. 4 പേരെ അറസ്റ്റ് ചെയ്തു. 10-28 ദിവസം അവർ ജയിലിൽ കിടന്നു. ആ FIR കൊണ്ടുപോയ ഘട്ടത്തിൽ തന്നെ പഴയങ്ങാടി പോലീസിന്റെ നെഞ്ഞത്താദ്യത്തെ ചവിട്ട് കിട്ടി. ഞങ്ങളാരും ചവിട്ടിയതല്ല കേട്ടോ, കിട്ടിയത് കോടതിയിൽ നിന്നാണ്. ജഡ്ജി ചോദിച്ചു, ജാമ്യ വിചാരണയുടെ ഘട്ടത്തിൽ 307 നിൽക്കുമോ? ഈ കേസിൽ നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആയുധങ്ങളുമായി ചെന്നതിന്റെ ഒരു കാര്യവും ബോധ്യപ്പെടുന്നില്ലല്ലോ. 307 നിൽക്കുമോ എന്ന ചോദ്യം പഴയങ്ങാടി പോലീസിനോടും അത് എഴുതാൻ പറഞ്ഞിട്ടുള്ള ഡിവൈഎസ്പിയോടും ഇവിടെ ഭംഗിയായി എഴുതി കൊടുത്തിട്ടുള്ള റൈറ്ററോടും ഒക്കെ ഒരുപോലെ കോടതി ചോദിച്ചു. അന്ന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ജാമ്യം കിട്ടി. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കൊടുത്തവരെ ആ സഹാക്കളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്വീകരിച്ചു. തെറ്റായ ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. നാടിനെ കലാപത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്ന, നാടിനെ തീ കൊടുക്കുമായിരുന്ന ഒരു സംഗതിയിൽ നിന്ന് തടയാൻ വേണ്ടിയുള്ള ഔചിത്യത്തോടു കൂടിയുള്ള ഇടപെടലായിരുന്നു ആ സഹാക്കൾ ചെയ്തതെന്ന ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയും യുവജന പ്രസ്ഥാനവും എല്ലാം ആ സഹാക്കളെ സ്വീകരിച്ചത്. അവസരം സൃഷ്ടിച്ചു കൊടുത്തതിൽ പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടക്കണം.